तमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्दे शिरोदिनि वासिनि विष्णुविलासिनि जिष्णुनुते मोक्षप्रदायिनि मञ्जुलभाषिणि वेदनुते पङ्कजवासिनि देवसुपूजित सद्गुणवर्षिणि शान्तियुते जय जय हे मधुसूदन कामिनि आदिलक्ष्मि जय पालय माम् ऐकलि कल्मषनाशिनि कामिनि वैदिकरूपिणि वेदमये क्षीरसमुद्भव मङ्गलरूपिणि मन्त्रनिवासिनि मन्त्रनुते मङ्गलदायिनि अम्बुजवासिनि देवगणाश्रितपादयुते जय जय हे मधुसूदन कामिनि धान्यलक्ष्मि जय पालय माम् जय वरवर्षिणि वैष्णवि भार्गवि मन्त्रस्वरूपिणि मन्त्रमये सुरगणपूजित शीघ्रफलप्रद ज्ञानविकासिनि शास्त्रनुते भवभयहारिणि पापविमोचनि साधुजनाश्रितपादयुते जय जय हे मधुसूदन कामिनि धैर्यलक्ष्मि जय पालय माम् जय जय दुर्गतिनाशिनि कामिनि सर्वफलप्रदशास्त्रमये रथगजदुर्गपदाति समावृत परिजनमण्डितलोकनुते हरिहर ब्रह्म सुपूजित सेवित
जनक देवानो गज जनक देवा वृंदावन सारो गज जनक ദേവി നീയേ ധനലക്ഷ്മി നീയേ ഈരേഴുലകും ക്ഷേമമരുളുമമ്പേ മർത്യഞ്ഞാനേ തവ ഭൃത്യഞ്ഞാനേ നീയേ കനിവൂ ജീവനാംശമമ്പേ അഷ്ടൈശ്വര്യേ സർവം നീയേ നീ സരസ്വതി നീരുതിരാളി നീയില്ലാത്തിക ലോകം ശോകം പല സുഖ ദുഃഖ പലാശികൾ പടരുമൊരാത്മവനാന്തവ സന്തരതോ പല വഴി ഭാഗ്യാന്വേഷകർ നിസ്വരുമെത്തിന പുത്തിലെഴും നിധിയേ പാധേയം പാതയും ദേവി നീയേമു ദേവിയും ശ്രീദേവി ധനധാന്യ ധൈര്യാദി നാനാരൂപേ പാലാഴിയിലെ ജലജേ നീ വസിച്ചിടുമെല്ലാ കോവിലും കരുതിയിടും ധൂർത്താ തീർക്കാനാകാ തങ്ക പാരാവരങ്ങൾ മലിന ജടാകരമാകിയ നഗരഞരമ്പിലെ സ്വപ്ന സരോവരമേ പുനരുജ്ജീവിത ഗ്രാമീണതയെ പുനരുക ലക്ഷ്മി മഹാലക്ഷ്മി ദേവി നീയേ ധനലക്ഷ്മി നീയേ ഈരേഴുലകും ക്ഷേമമരുളുമമ്പേ जगज्जालपालं गजत्कण्ठमालं शरच्चन्द्रबालं महादैत्यकालं नभो नीलकायं दुरावारमायं सुपद्मासहायं भजेऽहं सदाम्बोधिवासं गलत्पुष्पहासं जगत्सन्निवासं शतादित्यभासं गदाचक्रशस्त्रं लसत्पीतवस्त्रं
മാനവ്യാലക്കിഞ്ചരാതടേ മാനവ്യാലക്കിഞ്ചരാതടേ മർമ്മമില്ലതിൽ വേദനേ മനസാമനവ്യാലക്കിഞ്ചരാതടേ മർമ്മമില്ലതിൽ വേദനേ മനസാമനവ്യാലക്കിഞ്ചരാതടേ. വിശ്വപ്രകടനം നിശ്ചയിച്ചിട്ടുള്ള കുട്ടികൾ വേദിയിലേക്കുള്ള പേര് കടന്നറിയിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രം സെക്രട്ടറി ശ്രീ മനീഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഗുരുജനങ്ങൾക്കും എൻ്റെ സാദര നമസ്കാരം. നമ്മുടെ ഈ നാടിനെ ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ഏറ്റവും പുണ്യത്തിൻ്റെ നിമിഷമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു താൽക്കാലിക ധ്വജത്തിൽ പൊടിയുയർത്തിക്കൊണ്ടിരുന്ന നമ്മൾ അമ്മയ്ക്കൊരു നിത്യധ്വജം എന്ന ഭക്തരുടെ ചിരകാല അഭിലാഷം നമ്മളിന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ആയിട്ട് നമ്മൾ താൽക്കാലിക ധ്വജത്തിൽ കൊടിയേറ്റുകയാണ്. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു നിത്യധ്വജത്തിനെ പറ്റി ആലോചിക്കുകയും പക്ഷേ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ജീർണാവസ്ഥ കാരണം ക്ഷേത്രം തന്ത്രിയുടെയും മറ്റു ദേവീകളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം അന്ന് നടക്കാതെ പോയി. അതിനുശേഷം
ഇവിടെ അഷ്ടമംഗലധികം പ്രശ്നം നടത്തുകയും അതിനുശേഷം ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ദോഷപരിഹാരങ്ങളും മറ്റ് കർമ്മങ്ങളുമൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയും അതനുസരിച്ച് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഏതാണ്ട് 3-4 ഘട്ടങ്ങളായിട്ട് നമ്മളതിൻ്റെ പരിഹാര കർമ്മങ്ങളും അതിന് വേണ്ട കാര്യങ്ങളുമെല്ലാം ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൊടിമര നിർമ്മാണത്തോടുകൂടി ഈ കൊടിമരം ഇന്ന് പ്രതിഷ്ഠിച്ചതോടുകൂടി ആ 7 വർഷം നീണ്ടുനിരുന്ന പരിഹാര കർമ്മങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റെല്ലാ ക്രിയകളും നമ്മൾ ഈ ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു ക്ഷേത്ര കമ്മിറ്റി എന്ന നിലയിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. അതുപോലെ തന്നെ ഇതൊക്കെ സാധ്യമാക്കിയത് ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അതും അവരുടെ അമ്മയുടെ അനുഭവങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ സഹായം, നമുക്കുണ്ടായ സഹായം, അതാണ് അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കെല്ലാം ഇതുമായിട്ട് സഹകരിപ്പിച്ച എല്ലാവർക്കും നന്ദി ഈ നിമിഷത്തിൽ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ KN രാജേന്ദ്രൻ കർത്താവകൾ, നമുക്കറിയാം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വർഷത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ വിവിധ ചുമതലകൾ വഹിക്കുകയും ക്ഷേത്രത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പങ്കാളികളാകുകയും ചെയ്ത് നമ്മുടെ ഒരു നാട്ടുകാരനാണ്. അദ്ദേഹത്തെ ഈ പൊതുബോധത്തിൻ്റെ പേരിലും ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഇന്ന് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സമീപ പ്രദേശത്തുകാരനായ കൂടിയായുള്ള ശ്രീ ഡോക്ടർ ഗോപാൽ K. നായർ, മിഡിൽ ഈസ്റ്റ് ഹിന്ദു അസോസിയേഷൻ്റെ ചെയർമാനാണ്. നിർമ്മൽ ജ്യോതി ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജിൻ്റെ ചെയർമാനാണ്. നമുക്ക് ഇവർക്കും പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നമ്മളുടെ ഈ പൊതുസമ്മേളനത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെ പേരിലും ഈ പൊതുസമ്മേളനത്തിൻ്റെ പേരിലുള്ള സ്നേഹപൂർവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിന്ന് ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന കാര്യം നമ്മുടെ വിശിഷ്ടാതിഥി, നമുക്കൊന്നും ഒരു പ്രത്യേക പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ലാത്ത മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത സംവിധായകൻ, നടൻ, അതിലുപരി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ എന്നിവ വഹിക്കുന്ന ശ്രീ വിജി തമ്പി അവർ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിലെ ആരാധനായ തന്ത്രി ബ്രഹ്മശ്രീ രാകേഷ് നാരായണൻ ഭട്ടതിരിപ്പാട്, നമുക്കെല്ലാം ഒരു അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ അദ്ദേഹം നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊരു വേദിയിൽ നമ്മളോട് കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ കൊടിമരത്തിൻ്റെ സ്ഥപതി അദ്ദേഹം ഇവിടെ ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ബ്രഹ്മശ്രീ കുഴിക്കാട്ടിലത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ കൊടിമരത്തിൻ്റെ ശില്പി ശ്രീ പത്തിയൂർ വിനോദ് ബാബു, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ശബരിമല ഉൾപ്പെടെയുള്ള കൊടിമര നിർമ്മാണത്തിൽ പങ്കാളികളായ കേരളത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ, കേരളത്തിനകത്തും പുറത്തുമുള്ള പല ക്ഷേത്രങ്ങളിലും കൊടിമര നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച ശ്രീ പത്തിയൂർ വിനോദ് ബാബു അവർ, അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊടിയേറിയ ഈ കൊടിക്കൂറയുടെ ശില്പി ശ്രീ സാജൻ ക്ഷേത്രച്ചമയം, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ
ഒരു കൊടിമരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് അതിനനുയോജ്യമായ ഒരു മരമായിരുന്നു. ആ മരം നമ്മൾ ഏകദേശം ഒരു 40 തേക്കോളം കണ്ടു. 41ാമത്തെ തേക്ക് നമുക്ക് അനുയോജ്യമായി വരികയായിരുന്നു. ആ 41ാമത്തെ തേക്ക് നമുക്ക് ഇവിടെ തരികയും അതിവിടെ തന്ന് ഇത്രയും മംഗളകരമായ രീതിയിൽ ഈ പ്രതിഷ്ഠ നടത്തി കുടിയേറി നടത്തുന്നത് വരെ നമ്മളോടൊപ്പം എല്ലാ ചടങ്ങിലും ഈ ക്ഷേത്രത്തിൽ വരികയും നമ്മളോടൊപ്പം സഹകരിക്കുകയും ചെയ്ത ഈ കൊടിമരത്തിൻ്റെ വൃക്ഷാചാര്യ ശ്രീ ബിൻസ് ഔസേപ്പച്ചൻ പുഴിക്കാട് അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് പ്രസാദത്തിന്റെ നേതൃത്വം വഹിച്ച ശ്രീ നാടകൻ കരുണാകരൻ നായർ അവർക്ക് നമ്മളിന്ന് രുചിമുദ്ര പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇവിടെ ഈ അന്നപ്രസാദത്തിന് നേതൃത്വം നൽകിയ പുലിക്കലും ശ്രീ മോഹൻകുമാർ അവർ അദ്ദേഹത്തിന് പാചകശ്രീ പുരസ്കാരം നൽകി നമ്മൾ ആദരിക്കുന്നു. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ആദരവേറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള ശ്രീ അനിൽകുമാർ പെരുന്തോട്ടത്തിൽ, ശ്രീ മണിക്കുട്ടൻ എന്നീ ആൾക്കാർക്കും ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി കുട്ടനാട് ദേവി ക്ഷേത്രത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ അജിത് കുമാർ അവർ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ AKCMH സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ PK രവി അവർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റാന്നി ഭഗവതി ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീ അജീഷ് കുമാർ അവർ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ സുദർശനകുമാർ, മഹിളാ സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ ലീലാമതി അമ്മ മാധവവിലാസം, മാതൃസമിതിയുടെ കൺവീനർ ശ്രീ വിജിത ദേവി, കൃതജ്ഞത പറയുന്ന ശ്രീ രാജേഷ് ആർപ്പാടിക്കൽ ഭരണസമിതി അംഗമാണ്. ഇവർക്ക് എല്ലാവർക്കും യോഗത്തിലേക്ക് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പൊതുസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ നാട്ടിലെ ഈ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളെയും ഈ യോഗത്തിലേക്ക് വേദിനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ എൻ രാജേന്ദ്രൻ കർത്ത അവരെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമാൻ ഡോക്ടർ ഗോപാൽ കെ നായർ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ വിജി തമ്പി സർ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രാകേഷ് നാരായണൻ സർജിപ്പാൽ അവർ, അതേപോലെ തന്നെ കൊടിമര ശില്പി ശ്രീ സത്യൂർ വിനോദ് ബാബു, കൊടിക്കൂറയുടെ ശില്പി ശ്രീ സാജൻ, വൃക്ഷാചാര്യ ശ്രീ ജിൻസ് ഔസേപ്പച്ചൻ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീമതി ലീലാവതിയമ്മ, ശ്രീമതി വിജിത ദേവി, ശ്രീ രാജേഷ് പണിക്കർ, ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ശ്രീ മനീഷ് കുമാർ, അതേപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ മുൻപോട്ട് നോക്കുന്ന അവസരത്തിൽ വളരെയധികം സന്തോഷത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ നിറഞ്ഞ സദസ്സിനെ കാണുമ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു സ്ഥിരധ്വജം വേണമെന്നത്. അതിൻ്റെ പ്രവർത്തനം സഫലീകൃതമായിരിക്കുന്നു. അതിൽ നമ്മളെല്ലാവരും, ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് നിത്യേന ആരാധിക്കുന്ന
ഇത് ധർമ്മദൈവമായിട്ട് ആദരിച്ചു പോരുന്ന ആൾക്കാരും ഇതിൽ വളരെയധികം സന്തോഷവാന്മാരും സന്തോഷവതികളുമാണെന്ന് എനിക്ക് അറിയാം. ഇപ്പോൾ നമ്മളിങ്ങോട്ട് നോക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർ മാത്രമായിരിക്കില്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരും ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 1000-ലധികം ഭവനങ്ങളിൽ നിന്നും നമ്മുടെ 1000-ലധികം ഭവനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തെ ധർമ്മദൈവമായിട്ട് കണ്ട് ആചരിച്ചു പോരുന്ന അനുഷ്ഠിച്ചു പോരുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ അത് നമ്മുടെ കേരളത്തിലെ കാര്യം, കേരളത്തിന് വെളിയിൽ ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവരുടെ എല്ലാം ആഗ്രഹമായിരുന്നു, ഇവരുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു സ്ഥിരധ്വജം വേണം, നമ്മുടെ ക്ഷേത്രം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നാട്ടിലെ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന അവസരത്തിൽ അത് നാട്ടിനും വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാൻ കഴിയും, നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കുവാൻ സാധിക്കും നമ്മുടെ ഈ നാട് ഇനി വെച്ചടി മുന്നേറ്റത്തിലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം മതി. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചാൽ നടപ്പാക്കാൻ ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ജഗദീശ്വരെ, ഈ ജഗദമ്പയെ, അഭീഷ്ട വരദായിനിയായ വലിയ തമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള നാളുകൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യപൂർണ്ണമായ മുന്നേറ്റത്തിന് വേണ്ടി പരിശ്രമിക്കാം. അതിനുവേണ്ടി എല്ലാവരെയും ഈ ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. അടുത്തായിട്ട് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഗോപാൽ കെ നായർ അവരുടെ സാധനം. ശിവയ ഉപദേശി ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ക്ഷേത്ര പ്രസിഡന്റ് രാജേന്ദ്ര കത്താരി, വിശിഷ്ടാതിഥി പ്രശസ്ത സിംഹാസനായകൻ ശ്രീ ജി കബീജി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബ്രഹ്മശ്രീ നാഗേഷ് നാരായണ പതിപ്പാട്, ഇവിടെ സ്വാഗതം ആശംസിക്കുന്ന ഇതിൻ്റെ സെക്രട്ടറി മനീഷ് കുമാർ സ്വാഗതകർത്ത, ആദരിക്കപ്പെടുന്ന ബഹുമുഖ വ്യക്തിത്വങ്ങൾ, പുരസ്കാരം സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ആശംസ അറിയിക്കുന്ന
NSS വല്ലപ്പള്ളി കാലിക്കുടി അംഗം ശ്രീ സുദർശനകുമാർ, മഹിളാ സമാജ പ്രസിഡന്റ് ശ്രീമതി ലീലാവതി അമ്മ, മാതൃസമിതി കൺവീനർ ശ്രീമതി ലീല ബീവി, കൃതജ്ഞത അറിയിക്കുന്ന ശ്രീ രാജേഷ പണിക്കോ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സനാതന ധർമ്മവിശ്വാസികളെ, സുമനസ്സുകളെ, എല്ലാവർക്കും പ്രണാമം, ഗുരുവന്ദനം. അമ്മയുടെ അന്നപൂർണേശ്വരിയുടെ ആത്മീയ ചൈതന്യം തുറപ്പി നിൽക്കുന്ന ക്ഷേത്രാംഗം കഴിഞ്ഞ ഏതാണ്ട് 7 വർഷക്കാലം നിരന്തരമായ പരിശ്രമത്തിലൂടെ അഷ്ടമംഗലം ദേവപ്രശ്നത്തിൽ കണ്ട ദോഷങ്ങളെ മാറ്റി പരിഹരിച്ച് സ്ത്രീ കുലസ്ഥാനത്തെയും സ്ത്രീകോന്നിനെയും പുനർജീവിപ്പിച്ച് അറാക്കുളം നവീകരിച്ച് ഭാക്ഷതൃതീയമായ ധ്വജസ്തംഭത്തെ സ്ഥാപിച്ച് കൊടിയേറ്റ് നടത്തി ആത്മസംതൃപ്തി നേടിയിരിക്കുന്ന സുമനസ്സുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള അവസ്ഥരണീയ മുഹൂർത്തത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മുടെ മനുഷ്യന്റെ നട്ടലിന്റെ പ്രാധാന്യമാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് കൊടിമരത്തിന്റെ പ്രാധാന്യം. ഗർഭഗൃഹത്തിൽ നിന്ന് നിശ്ചയങ്ങളിൽ ആദാരത്തിനെ സ്ഥാപിച്ച് നവഗ്രഹങ്ങളും നവരത്നങ്ങളും പഞ്ചലോകങ്ങളും നിക്ഷേപിച്ച് ആദാരശയിൽ സ്ഥാപിക്കുന്ന കൊടിമരം ദേവന്റെയോ ദേവിയുടെയോ മൂലാധാരം കാലത്താണ് കൊടിമരത്തിന്റെ സ്ഥാനം. കൊടിമരത്തിന്റെ ഇവിടെ കൊടിയേറ്റ് നടന്നു. എന്തിനാണ് കൊടിയേറ്റ് നടത്തിയത്? കൊടിക്കുറ സൂചിപ്പിക്കുന്നത് കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിന് ചൈതന്യ പ്രകൃതിയിലേക്ക് ഉയർത്തുന്ന മഹത്തായ കർമ്മമാണ് കൊടിയേറ്റ്. വാഹനം പ്രാണനെ പ്രതിനിധീകരിക്കുന്നു. ഇത്രയും മഹത്തായ ഒരു കർമ്മമാണ് ഇവിടെ നടന്നത്. ഇത് നിസ്സാരക്കാരല്ല, സനാതനം. നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യതയും കാത്തു സൂക്ഷിച്ചത് ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളുമാണ്. എപ്പോഴൊക്കെ ഈ ക്ഷേത്രത്തിന് ഭംഗം സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ രാജ്യവും ശിഥിലമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ പരിരക്ഷണത്തിന്, സംരക്ഷണത്തിന്, പരിപോഷണത്തിന് ക്ഷേത്രങ്ങൾ നൽകുന്ന സംഭാവനകൾ അതുല്യമാണ്. ശാസ്ത്ര നിപുണവും കാലികമായ സനാതന ധർമ്മത്തെ ആഴത്തിൽ പഠിക്കുന്നതിനും ആചരിക്കുന്നതിനും നമ്മുടെ യുവാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഈ ക്ഷേത്രങ്ങൾ കൂടി മാത്രമേ സാധിക്കൂ. കൂട്ടായ്മയുടെ ആധ്യാത്മിക വിശുദ്ധിയാണ് യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും ഉത്സവങ്ങളുടെയും സപ്താഹങ്ങളുടെയും ഒക്കെ സന്ദേശം. വ്യക്തികളിലൂടെ സമൂഹത്തിന്റെ സമഗ്ര വികസനമായിരുന്നു ഋഷീശ്വരന്മാർ വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് യജ്ഞങ്ങളും യാഗങ്ങളും ഉത്സവങ്ങളും സപ്താഹങ്ങളും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. മാവിശാലയുടെ മാസ്തരികത, അസതോമാസഭയുടെ മാന്ത്രികത ഇവയൊന്നു ചേർന്ന ഭാരത സംസ്കാരം ഏതൊരു സനാതന ധർമ്മ വിശ്വാസികളെയും അഭിമാനത്തിന്റെ അത്യന്ത ഗൗരവത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഋഷീശ്വരമായ അസൂയാഭാവായ കൂട്ടായ്മയിൽ നിന്ന് അവർ പടുത്തുയർത്തണം. നെടുങ്കോട്ടകളാണ് നമുക്ക് മാത്രം സ്വായത്തമായ ആശാവാന സംസ്കാരവും അതിന്റെ നെടുങ്കോട്ടകളും. അവയെ കാത്തു സൂക്ഷിക്കേണ്ടത്, രക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്, കടമയാണ്, ജന്മ അവകാശമാണ്. ആധ്യാത്മികമായി ഭൗതികമായി സർവസ്പർശിയും സർവാശ്ലേഷതയും സർവതോമുഖമായ വളർച്ച പ്രാപിച്ച ഒരു ഹൈന്ദവ സമൂഹത്തെയാണ് ഇന്ന് ഭാരതത്തിന് ആവശ്യം, ലോകത്തിന് ആവശ്യം. ശ്രദ്ധിക്കുക, സർവസ്പർശിയും സർവാശ്ലേഷതയും സർവതോമുഖമായ വളർച്ച പ്രാപിച്ച ഒരു ഹൈന്ദവ സമൂഹം. അതാണ് ഇന്ന് ഭാരതത്തിന് ആവശ്യം, ലോകത്തിന് ആവശ്യം. അവിടെ ശക്തിയെ സമാഹരിക്കാനും സമാർജിക്കാനും സമന്വയിപ്പിക്കാനും നമുക്ക് കഴിയണം. ഭിന്നിച്ചിരുന്ന ദൈവിക ശക്തികളെ ഒരു കേന്ദ്രബിന്ദുവിൽ ആവഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ദേവി അവതീർണയായത്. ആസ്വരികതയെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചത് മഹിഷാസുരമർദ്ദിനി. അതുപോലെ 1000 കാലങ്ങളെ കൊണ്ട് ചിരവിധമായി കിടക്കുന്ന ഹൈന്ദവ സമൂഹത്തെ ഒരു കുടക്കിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നാം ഇന്ന് അനുഭവിക്കുന്ന അപജയങ്ങളെ ഉറപ്പിച്ച് നമ്മുടെ കർത്തവ്യത്തെ, പരിണത്തെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതുവേണ്ടി പ്രവർത്തിക്കുന്നത് ഓരോ ഹൈന്ദവ വിശ്വാസികളെയും
കടമയാണ്. ക്ഷേത്ര ദർശന ഊർജ്ജദായകമാണ്. ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി കൊണ്ട് തന്നെ ഭൗഗോളികം സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ ആ ഭൗഗോളികം ഭക്തിലേക്ക് പ്രവഹിക്കുന്നു. ആ ഭൗഗോളികം ഭക്തർക്ക് പ്രവഹിക്കുമ്പോൾ കിട്ടുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും മറ്റുള്ളവരിൽ കൂടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷേത്രദർശനത്തിലൂടെ സമദർശിയായി സാധിക്കണം. എല്ലാറ്റിലെയും ഈശ്വരൻ എല്ലാറ്റിലെയും കാണുന്നതിനാണ് സമദർശി. നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, ക്ഷേത്രങ്ങൾ ഭക്തന്റെ ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്ന സാങ്കേതിക കേന്ദ്രങ്ങളായി മാറണം. ക്ഷേത്രങ്ങൾ പ്രാർത്ഥനാലയം മാത്രമായപ്പോഴാണ് ഹിന്ദുവിനെ അവസ്ഥയെ തുടങ്ങിയത്. ഭക്തന്റെ ആത്മീയമായ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമ്പോൾ ക്ഷേത്രത്തെ ആശ്രയിക്കാൻ ഭക്തന് വരും. അങ്ങനെ ഒരു ആരാധന കേന്ദ്രമായി ഓരോ ക്ഷേത്രങ്ങളും മാറിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ജീവിതത്തിൽ അദ്ദേഹത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വശക്കെട്ടിരിക്കുന്ന ഹൈന്ദവർക്ക് ഒരു കൂട്ടായ്മ വേണം. അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പ്രസിഡന്റ് പറയുകയുണ്ടായി. ഇവിടെയും ചില പ്രാരംഭ നടപടികൾ ഹൈന്ദവരെ ക്ഷേത്രത്തിലേക്കുള്ള പ്രാരംഭഘട്ടം അവരുടെ ഭൗതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നാട്ടുകൾ നോക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവതാരണി മഠവും 500 ക്ഷേത്രങ്ങളിൽ ഈ സംസ്കൃതം രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെയാണ് ഇതിന്റെ ആത്മീയ പ്രശ്നത്താണ്. ഈ ആത്മീയത, സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത ഏറ്റവും ചിന്തിച്ചൊരു വാക്കാണ് ആത്മീയത. ആത്മീയ ഭാഷകൾ എന്താണ് ആത്മീയത? ഈ സംഘട്ടകാലത്ത് ഈ ഭൗതിക ജീവിതത്തിൽ ശാന്തിയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെങ്കിൽ ആത്മീയത വേണം. അതാണ് വീട് പണിഞ്ഞ് പ്ലാൻ വെച്ച് വീട് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വീട് പണി തീരും. വഴി അറിഞ്ഞ് യാത്ര ചെയ്താൽ വഴിയിൽ അലയേണ്ടി വരില്ല. അമ്പയ്യം പഠിച്ചിട്ട് നായാട്ടിന് പോയാൽ കൂടുതൽ കിടയാവുകയില്ല. അതുപോലെ ജീവിതത്തിന്റെ ഗതി അറിഞ്ഞ് ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി. അത് ഹിന്ദു മനസ്സിലാക്കണം. എന്താണ് ഹിന്ദു? ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പരിഭാവനമായ ഹിന്ദു എന്ന വാക്കിന്റെ ഇംഗ്ലീഷിൽ HINDU. അതാണ് ഹിന്ദു. H stands for humanity, മനുഷ്യത്വമുള്ളവൻ. I stands for individuality, വ്യക്തിത്വമുള്ളവൻ. N stands for nationality, ദേശീയത്വമുള്ളവൻ. D stands for devotion, ഭക്തിയുള്ളവൻ. U stands for unity, ഐക്യമുള്ളവൻ. അവനാണ് ഹിന്ദു. നോക്കൂ എത്ര വിശാലമായ അർത്ഥമാണ്. അവനാണ് ഹിന്ദു. ആ ഹിന്ദു 1960 സുപ്രീം കോടതി വിധി പറയുകയുണ്ടായി, ഹിന്ദുത്വം ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ. ഒരു ജീവിത രീതിയാണ്, ജീവിത സംസ്കാരമാണ് ഹിന്ദുത്വം. ചിക്കാഗോയിലെ അധ്യാത്മിക പ്രഭാഷണത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഹിന്ദുത്വം ഈസ് കൺസിഡേർഡ് ആസ് മദർ ഓഫ് വേൾഡ് റിലീജിയൻ. ലോക മതങ്ങളുടെ അമ്മയാണ് ഹിന്ദുത്വം. ശരിയാണ്. വാസ്തവിക കുടുംബത്തിന്റെ മഹത്വം ലോകത്തിന് പറഞ്ഞു കൊടുത്ത, കുടുംബത്തിന്റെ മഹത്വം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആ ഭാരതീയ സംസ്കാരം, ഹിന്ദു ധർമ്മം, അത് എല്ലാ മതങ്ങളുടെയും അമ്മ തന്നെയാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധന ഒരു ഈശ്വരനിലോ ഒരു പുസ്തകത്തിലോ ഒതുങ്ങുന്നതല്ല. സർവവിജ്ഞാനമാകുന്ന വിഘ്നേശ്വരനിലും സർവവിദ്യയുടെയും മാതാവായ സരസ്വതി ദേവിയിലും ബ്രഹ്മ വിഷ്ണു ശിവൻ എന്ന ത്രിമൂർത്തി സങ്കല്പത്തിലും സൂര്യ നക്ഷത്രങ്ങളിലും നക്ഷത്ര വ്യൂഹങ്ങളിലും സർവോപരി ലക്ഷ്മി, സരസ്വതി, ദുർഗ, പാർവതി എന്ന ദേവീ സങ്കല്പങ്ങളിലും ഉപരിയായിട്ട് 33 കോടി രൂപങ്ങളിലും ഭാവങ്ങളിലും ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സനാതന ധർമ്മം നമുക്ക് നൽകിയ നോക്കൂ. എത്ര പ്രശസ്തമായ സങ്കല്പം. ക്രിസ്തുമതത്തിന്റെ വിശ്വാസം യേശുദേവൻ ഒതുങ്ങുമ്പോൾ അവരുടെ ആചാരം ബൈബിളിൽ കഴിയുന്നു. ഇസ്ലാം മതത്തിന്റെ വിശ്വാസം പ്രവാചകൻ ഒതുങ്ങുമ്പോൾ അവരുടെ ആചാരം ഖുർആനിൽ തീരുന്നു. പക്ഷെ നമ്മുടെ സംസ്കാരം, ഹിന്ദുവിന്റെ സംസ്കാരം,
അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്ക് ഒരു ഗ്രന്ഥമോ 10 ഗ്രന്ഥങ്ങളോ അല്ല, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ. നമ്മുടെ സംസ്കാരം തുടങ്ങുന്ന അടിസ്ഥാന ഗ്രന്ഥം തുടങ്ങുന്നത് ഋഗ്വേദത്തിലാണ്, വേദങ്ങളാണ്. ചതുർവേദ, സംഹിത, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങളിൽ കൂടി ഈശ്വരനെ കാണിക്കാനുള്ള മാർഗമാണ് വേദങ്ങൾ പറഞ്ഞിരുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഋഗ്വേദം? 1028 സൂക്തങ്ങളും 1420 ശ്ലോകങ്ങളും 10 മണ്ഡലങ്ങളിൽ വ്യാപിച്ചു കൊടുക്കുന്നവർക്കായി ഋഗ്വേദം. അത് ഏറ്റവും മൂലമന്ത്രമാണ് ഗായത്രി മന്ത്രം. എത്ര കുഞ്ഞുങ്ങൾക്കറിയാം ഗായത്രി മന്ത്രം? ഓം ഭൂവ ഇത് എത്ര കുഞ്ഞുങ്ങൾക്കറിയാം? ഞങ്ങൾ തീർച്ചയായും പറയുന്നത് 15 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. 15 മിനിറ്റേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല. വളരെ സ്പീഡി പറഞ്ഞ് തീരത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് 10 മിനിറ്റൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഓം ഭൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി യോ യോ ന പ്രചോദയാത്. എന്തായാലും അർത്ഥം ഭൂമി, അന്തരീക്ഷം, ആകാശം, ഇവിടെ വ്യാപിച്ചു കിടക്കുന്ന സർവ്വവ്യാധിയായ ജഗദ്ധാമി അങ്ങനെയുള്ള ആധുനിക ഊർജ്ജം ഞങ്ങളിലേക്ക് കടമേ. ആ ഊർജവും ആ സ്രോതസ്സും ഞങ്ങളുടെ ബുദ്ധിയെയും ശക്തിയെയും പ്രേരണപ്പെടുത്തണം, പ്രചോദനപ്പെടുത്തണം, ഉത്തേജിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഒരു നേരം ഗായത്രി മന്ത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള അവരുടെ എല്ലാ പ്രവൃത്തിയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യജുർവേദം എന്താണ്? ബ്രാഹ്മണന്റെ പ്രാവണ്യം പറയുന്നു. ബ്രാഹ്മണനെ ജയിച്ചോട്ട് ബ്രാഹ്മണനാകുന്നില്ല. ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണൻ. ബ്രഹ്മം കൊണ്ട് ബ്രാഹ്മണനായാലും കർമ്മം കൊണ്ട് കയ്യിലേക്ക് ബ്രാഹ്മണനാകുന്നില്ല. പക്ഷേ ബ്രഹ്മം കൊണ്ട് ശൂദ്രനായാലും കർമ്മം കൊണ്ട് ബ്രഹ്മജ്ഞാനം കിട്ടി ബ്രാഹ്മണനാകാം. നമുക്കൊരു മഹർഷി ഉണ്ടായിരുന്നു അല്ലേ? ഗൗതമ മഹർഷി. ബ്രാഹ്മണനെ കൂടി ശപിക്കാൻ കഴിവുണ്ടായത് ഗൗതമ മഹർഷിയോടെ ശൂദ്രനായിരുന്നു. പിന്നെയുള്ള സാമവേദം. പെട്ടെന്ന് പറയുകയാണ് സാമവേദം. എന്നാൽ സാമവേദത്തിന്റെ അർത്ഥം അവർണനെയും സവർണനെയും സമത്വത്തിലേക്ക് ഉയർത്തുന്ന സമവേദം. ആശയങ്ങൾ അഥർവവേദം. ഇതൊക്കെ 2 ദിവസം സബ്ജക്റ്റാണ് ഓരോ വേദങ്ങളും. പക്ഷേ ഒരു മിനിറ്റ് തീർക്കുക. അഥർവവേദം മനുഷ്യ ശരീരത്തെ, മെഡിക്കൽ സയൻസിനെ, നമ്മുടെ ഉപാസന രംഗത്തെ ധർമ്മത്തിന്റെ മഹത്വം പഠനമായിട്ടുള്ള അഥർവവേദം. ഈ 4 വേദങ്ങളിലും ചതുർവേദ സംഹിത നമ്മളെ സനാതന ധർമ്മ വിശ്വാസത്തെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുമ്പോൾ അതിലെ ഉത്കൃഷ്ടമായത് ഈശ്വരനെ കാണിച്ചു തരുന്നു 108 ഉപദേശത്തുക്കൾ. ഇവിടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവർ ചോദിക്കും പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഉപദേശം 108 ഉപദേശത്തുക്കൾ. മുണ്ടകോപനിഷത്ത്, കണ്ണോപനിഷത്ത്, പശോപനിഷത്ത്, ഈശോഭാഗ്യ ഉപദേശത്തിൽ നിന്നുള്ള 108 ഉപദേശത്തുക്കളിൽ കൂടി ഈശ്വരനെ കാണിച്ചു തരികയാണ്. ഇത് രണ്ടും മനസ്സിലാക്കാൻ കുറെ പ്രയാസമായതുകൊണ്ട് വേദവ്യാസൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം വളരെ ലളിതമായി സാധാരണക്കാരായ ഭക്തർക്ക് ഈ വേദങ്ങളും ഉപദേശത്തുക്കളും മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് സാധാരണക്കാരായ ഭക്തർ എങ്ങനെ ജീവിക്കണം, ധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് ലളിതമായ ഭാഷയിൽ 18 പുരാണങ്ങൾ കൂടി വേദവ്യാസനോ പ്രാർത്ഥിക്കാതോ ഗരുഡ പുരാണം, ബ്രഹ്മപുരാണം, വിരാടപുരാണം, ശിവപുരാണം ഇങ്ങനെ 18 പുരാണങ്ങൾ കൂടി വളരെ ലളിതമായി പറഞ്ഞു തന്നു. ഒരു യഥാർത്ഥ ഭക്തൻ നിഷ്കളനും നിഷ്കാമനും നിസ്വാർത്ഥനുമായിരിക്കണം. മറ്റുള്ളവരുടെ കണ്ണീര് തന്റെ കണ്ണീരായി കാണുവാനും ധർമ്മത്തിന്റെ മഹത്വം പ്രതിഫലിക്കുന്നതാണ് യഥാർത്ഥ ഭക്തൻ. അതാണ് വേദവ്യാസൻ ഉദ്ദേശിച്ചത്. അതിലുപരി ഇതും പോലെ വീണ്ടും തരുന്നു. ഭാരതം ലോകത്തിൽ നൽകിയ 2 ഇതിഹാസങ്ങൾ. ഏതൊക്കെയാണത്? 2 മഹത്തായ ഇതിഹാസങ്ങൾ ഭാരതം ലോകത്തിൽ നൽകിയ ക്ലാസിക് കൃതികൾ. ഏതാണത്? രാമായണം, മറ്റൊന്ന് മഹാഭാരതം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുകരിക്കുന്ന മാനസിക സംഘർഷത്തിന് മുതിർന്നവർ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉത്തമ ഉദാഹരണ രാമായണം നൽകുന്ന സന്ദേശം. കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം, അനുജനും ജ്യേഷ്ഠനും എങ്ങനെയായിരിക്കണം, അവരുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, മന്ത്രിമാരെങ്ങനെയായിരിക്കണം, രാജാവ് എങ്ങനെയായിരിക്കണം, ഭക്തന്മാരെങ്ങനെയായിരിക്കണമെന്ന് വളരെ വിശദമായി രാമായണത്തിലുണ്ട്. അതൊക്കെ പറയും ഓരോ സബ്ജക്റ്റാണ്. രാമായണത്തിൽ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. രാമായണം ഉണ്ടായ നമുക്കറിയാല്ലേ? ഭാര്യ ഉത്തരകുട്ടിയോ ഭാര്യയോട് ചോദിച്ചു. കാക്കാളായ രണ്ടാമനെ പിടിച്ചുപറി അക്രമം നടത്തി സപ്തർഷികളെ അക്രമിക്കാൻ ചെന്നപ്പോൾ അവര് പറഞ്ഞു, നീ ചെയ്യുന്ന അക്രമം മുഴുവൻ എന്റെ പാവം നീ അനുഭവിക്കുമോ? ഞാനിതിന് അനുഭവിക്കുന്നത് എന്റെ ഭാര്യയെ മാത്രമല്ല അവൾ അനുഭവിക്കും. എന്നോട് ചോദിച്ചോ? പോയി ചോദിച്ചിട്ട് വാ. ചോദിച്ചു.
അവർ പറഞ്ഞു താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. അങ്ങനെയാണ് തിരിച്ചു വന്ന് ഉൾമാറ്റമുണ്ടായി തപസ്സിരിക്കാൻ പറഞ്ഞു. ആ തപസ്സിരിക്ക് പാപപരിഹാരത്തിൽ തപസ്സിരുന്നു. തപസ്സിരിക്കുമ്പോൾ എന്തിനാണ് ചെല്ലേണ്ടത് പറഞ്ഞു, ഈ വര ആമര ഈ വര ഈ വര ആമര ഈ വര ഇത് രാമ ചെല്ലി ആ തരത്തിൽ അദ്ദേഹം സംവത്സരങ്ങളോട് തപസ്സനുഷ്ഠിച്ച് വാൽമീകമായി മാറി, ചിതൽപുറ്റായി മാറി. വാൽമീകത്തിന് ഇംഗ്ലീഷിൽ ചിതൽപുറ്റിന് സംസ്കൃതത്തിൽ പറയുന്നതാണ് വാൽമീകം. ആ വാൽമീകത്തെ സപ്തക്ഷരം വന്ന് അദ്ദേഹത്തെ ബോധിപ്പിച്ച് വാൽമീകി. ആ വാൽമീകിയാണ് രാമായണ ക്ഷേത്രായുധത്തിൽ എഴുതിയത്. നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി രാമായണ ഇന്നത്തെ കുടുംബബന്ധത്തിന്റെ സംഘർഷങ്ങൾ പ്രതിപാദിച്ചിരുന്നു. അതിന് എന്തൊക്കെ പ്രതിപാദിച്ചത്? നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ വാളണ്ടിയർ ആരായിരുന്നു? ലക്ഷ്മണൻ. ലക്ഷ്മണനോട് ആരും പറഞ്ഞില്ല നീ വനത്തിൽ പോകാൻ. അച്ഛന്റെ വാക്ക് സബലീകൃത വാക്കിന് വേണ്ടി ശ്രീരാമനും വനത്തിൽ പോകാൻ പോയപ്പോ ആരും പറയാതെ വളരെ പോയാണ് ലക്ഷ്മണൻ, അല്ലേ? ആ ലക്ഷ്മണൻ പോകുന്ന സമയത്ത് അമ്മ പറഞ്ഞു, സുമിത്രാദേവി പറഞ്ഞത്, മോനെ നീ ഈ വനത്തിൽ പോകുമ്പോ ശ്രീരാമനെ ദശരഥനായി കാണുകയും സീതാദേവിയെ ഞാനായി കാണുക സുമിത്രന്റെ അമ്മയായി കാണുകയും കാരണത്തെ അയോധ്യയിൽ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ജീവിതം സുന്ദരമാണ്. അതായിരുന്നു എന്ന ബന്ധങ്ങൾ രാമായണൻ നൽകുന്ന പാഠവും അത് തന്നെയാണ്. അർഹതപ്പെട്ടതല്ലാത്ത രാജ്യാധികാരം കിട്ടിയപ്പോ ആ രാജ്യാധികാരം സ്വീകരിക്കാതെ ജ്യേഷ്ഠന്റെ പാതകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് രാജഭരണം നടത്തിയ ഭാരതൻ. അതിലൊക്കെ ഉപരി നമ്മൾ കാണേണ്ടത് സീതാദേവിയെ അമ്മയായി കാണുന്ന ജ്യേഷ്ഠൻ നമ്മൾ കാണുന്നു. അവര് ആരുടെ കാലത്തിൽ യുദ്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സീതാദേവിയെ അപഹരിച്ചിട്ട് പോകുന്നത് ഷോർട്ട് അവറാണ്. അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ അനുസൂയാദേവി നൽകിയ ആഭരണങ്ങൾ മാർഗമധ്യയെ ജലത്തിൽ കെട്ടി താഴെക്കിടുകയും കൃഷ്ണതലത്തിൽ വെച്ച് മാനവന്മാർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോഴെ തേടി അസ്ഥിതയെ തേടി അതിൽ നടന്ന രാമലക്ഷ്മണന്മാരിത് കാണുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഇത് ശ്രീരാമൻ മനസ്സിലായി ആരുടേതാണ്. അങ്ങനെ മനസ്സ് പറഞ്ഞപ്പോൾ ശ്രീരാമൻ ചോദിച്ചു ലക്ഷ്മണനോട്, ലക്ഷ്മണ നിനക്കറിയാമോ ഇത് ആരുടേതാണെന്ന്? സീതാദേവിയുടെയാണോ? അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു എനിക്കറിയില്ല. ആടകൾ കാണിച്ചു, കമ്മല് കാണിച്ചു, മാലകൾ കാണിച്ചു, വളകൾ കാണിച്ചു, എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അവസാനം പാദസരം കാണിച്ചു. നോക്കൂ, പാദസരം കണ്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇതാണ് സീതാദേവിയുടെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ പാദസരമാണ്. എനിക്കെങ്ങനെ മനസ്സിലായി? കാരണം ഞാൻ ദിവസവും രാവിലെ മാതൃക ചെയ്യുന്ന സീതാദേവിയുടെ കാൽപ്പാദത്തിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ ദേവി അണിഞ്ഞ ആ പാദസരം ഞാൻ കണ്ടു, എനിക്കറിയാം. അതായിരുന്നു ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയായി കാണുന്നത്. അതൊക്കെ വിശിഷ്ടമായ നമ്മുടെ രാമായണം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പട്ടാഭിഷേകം കഴിഞ്ഞ് പട്ടാഭിഷേകത്തിന് വേണ്ടി ശ്രീരാമൻ അയോധ്യയിൽ വരുമ്പോൾ നേരെ പോയത് അന്തപുരത്തിലേക്കാണ്. ആരുടെ അന്തപുരത്തിലാണ് പോയത്? സീതാദേവിയുടെ അന്തപുരത്തിലേക്കല്ല പോയത്. ഊർമിളാദേവിയുടെ ലക്ഷ്മണന്റെ ഭാര്യയുടെ അന്തപുരത്തിലേക്കാണ് ശ്രീരാമൻ ചെന്നത്. അവിടെ അശ്രുകണങ്ങളോടുകൂടി ദേവിയുടെ കാൽപ്പാദത്തിൽ നിൽക്കുന്ന ശ്രീരാമനെ കണ്ടപ്പോൾ ഊർമിളാദേവി എന്തേ? ശ്രീരാമൻ നിറകാട്ടികളോട് പറഞ്ഞു, കഴിഞ്ഞ 14 സംവത്സരങ്ങൾ നിന്റെ ഭർത്താവായ ലക്ഷ്മണൻ എവിടെയാണെന്നോ ഘോരവനത്തിൽ മൃഗത്തിരിയായോ ശാശ്വതമായ ശ്രേണിപ്പെട്ടതൊന്നും അറിയാതെ ഈ അന്തപുരത്തിൽ നീ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ യശസ്സിന് വേണ്ടി ഞാൻ നാളെ രാജാവാകാൻ പോകുന്ന എൻ്റെ യശസ്സിന് വേണ്ടി നീ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ആ നീയാണ് ഈ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ചേരച്ചത്. ഇങ്ങനെ എന്താണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ പഠിപ്പിക്കുന്നില്ല. രാമായണം നമ്മുടെ കുഞ്ഞിൽ അറിയണം. അതുപോലെ 24,000 ശ്ലോകങ്ങളിൽ കൂടി 500 അധ്യായങ്ങളിലും 7 ഭാഗങ്ങളിലാണ് രാമായണം നടത്തുന്നതെങ്കിൽ അതുപോലെ മഹാഭാരതവും 1,25,000 ശ്ലോകങ്ങളിൽ കൂടി 18 പർവ്വതങ്ങളിലാണ് മഹാഭാരതം നമുക്ക് നൽകിയിരിക്കുന്നത്. കാലത്തിൻ്റെ ഏത് മഹാപ്രവാഹത്തിൽ ഒലിച്ച് വളരെ ചെയ്ത പടിയെ പോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ജീവിത ദർശനങ്ങളാണ് ഭഗവത്ഗീതയുടെ നമുക്ക് നൽകിയത്. ആ ദർശനങ്ങൾ എന്തെങ്കിലും പാലിക്കാത്തത് പോയി നമ്മുടെ വൈദേശികത്വം അന്ധമായി അനുകരിച്ചത് കൊണ്ടാണ് നമുക്കുണ്ടായ അപചയങ്ങൾ. ഭഗവാൻ കാണിച്ചു തരുന്നു, യഥായഥാഹി കർത്തസ്യ കാരണപ്പോത് ഭാരത ഉപേസ്ഥാന ലോകത്തിന്റെ എവിടെയൊക്കെ അധർമ്മം ഉണ്ടാകുന്നോ
എവിടെയൊക്കെ സർപ്പത്തിന് കോട്ടം വരുന്നോ അവിടെ ഞാൻ ചിരിക്കും. ഞാൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണൻ ജയിക്കുന്നത് ബാധ്യയിലോ ദ്വാരകയിലോ അല്ല, നമ്മുടെ മനസ്സിലാണ് ജനിക്കേണ്ടത്, നമ്മളിലാണ് ജനിക്കേണ്ടത്. ഐ ആം ദി ഗോഡ്, വി ആർ ദി ഗോഡ്. നമ്മളിൽ തന്നെ ഭഗവാൻ ജനിക്കണം. എങ്ങനെയാണ് വെറും അഞ്ച് സംഖ്യ മാത്രമുണ്ടായിരുന്നു പഞ്ചപാണ്ഡവരുടെ പേരിൽ 101 സംഖ്യയും അക്ഷരോടിപ്പടി എല്ലാ യുദ്ധസന്നാഹങ്ങളും ഉണ്ടായിട്ടും കർഷകർ തോറ്റു. എന്തേ? കാരണം ധർമ്മവും ന്യായവും നീതിയും പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു. അതാണ് ഇവിടെ കുഞ്ഞുങ്ങൾ A+ പാത്രം നേടി പോകുമ്പോൾ അവരെ പ്രത്യേകം നമ്മൾ ഉപദേശിക്കുന്നത്, മക്കളെ നിങ്ങൾ ഏതൊക്കെ എത്രയൊക്കെ A+ നേടിയാലും ആ നേടുന്ന ഓരോ വിജയവും നന്മയുടെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയായിരിക്കണം. അതാണ് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സംസ്കാരത്തെ നമ്മൾ പൂവിട്ട് പൂജിക്കണം. അതെങ്കിൽ മാത്രമേ ഈ സംസ്കാരം ലോകഗുരുവായി മാറാൻ സാധിക്കുള്ളൂ. ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സനാതന വിശ്വാസികളെയും ക്ഷേത്ര ഭാരവാഹികളും സാക്ഷിയാക്കിക്കൊണ്ട് അന്നപൂർണേശ്വരിയുടെ മുൻപിൽ സാക്ഷാക പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അമ്മേ, നന്ദി, നമസ്കാരം. അന്നപൂർണേശ്വരി. അടുത്തതായി യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ ഡോക്ടർ ഗോപാൽ കെ നായർ അവർക്ക് ക്ഷേത്രത്തിൻ്റെ ആദരവർപ്പിക്കുകയാണ്. പൊന്നാള അണിയിച്ച് ആദരവർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ഉപേന്ദ്രനാഥൻ നായർ അവരെ ക്ഷണിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ മോഹൻലോ നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് അടുത്തതായിട്ട് ക്ഷേത്ര ഭരണസമിതിയുടെയും നമ്മുടെ ഈ നാടിൻ്റെയും ആദരവർപ്പിക്കുകയാണ്. ആദരവർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ ട്രഷറർ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഗിരീഷ് കുമാർ തുമ്പയിൽ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ മോഹൻലോ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമോസ്തുതേ. ബഹുമാന്യായ അധ്യക്ഷൻ, ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ A.N. രാജേന്ദ്രൻ കർത്ത, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മിഡിൽ ഈസ്റ്റ് ഹിന്ദു അസോസിയേഷൻ ചെയർമാൻ, നിർമ്മൽ ജ്യോതി ഗ്രൂപ്പ് സ്കൂളിൻ്റെ ചെയർമാനുമായ ഡോക്ടർ ഗോപാൽ കെ നായർ, ഈ ക്ഷേത്രത്തിൻ്റെ ബഹുമാന്യായ തന്ത്രി ബ്രഹ്മശ്രീ രാകേഷ് നാരായണൻ ഭട്ടതിരിപ്പാട് പറമ്പൂരില്ലത്ത്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഈശ്വരവിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പരിപാവനമായ ചടങ്ങാണ് നടന്നിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ കൊടിമരം വരിക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രം മഹാക്ഷേത്രമായി മാറുന്നു എന്നാണ്. ഒരു ക്ഷേത്രത്തിൽ കൊടിമരമാണ് ആ ക്ഷേത്രത്തെ മഹാക്ഷേത്രമാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ കൊടിമരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചടങ്ങുകൾ കൃത്യമായിട്ട് അവിടെ നടത്തേണ്ടതുണ്ട്.
മറ്റ് പണ്ട് കാലങ്ങളിൽ ഉത്സവ സമയത്ത് മാത്രം താൽക്കാലികമായ ഒരു കൊടിമരം സ്ഥാപിച്ച് അതിൽ കൊടി ഉയർത്തി ഉത്സവം കഴിഞ്ഞ് വീണ്ടും കൊടിമരം മാറ്റും. അപ്പൊ പിന്നെ ആ ക്ഷേത്രം വീണ്ടും സാധാരണ ക്ഷേത്രമാകുന്നു. സാധാരണ രീതിയിലുള്ള ചടങ്ങുകൾ മാത്രമാണ്. പക്ഷേ ഒരു കൊടിമരം സ്ഥിരമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തന്നെ വ്യത്യാസം വരും. നേരത്തെ ഉദ്ഘാടനം പറഞ്ഞ പോലെ ക്ഷേത്രത്തിന്റെ നട്ടലിലാണ് കൊടിമരം. ആ നട്ടൽ മുതൽ ഗർഭഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അതിന്റെ ആത്മാവായി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ കൊടിമരത്തിന് അപ്പുറത്തേക്ക് ദേവിക്ക് പിന്നെ യാത്ര ചെയ്യാൻ കഴിയില്ല. കൊടിമരമില്ലാത്ത ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് എവിടെ വായിച്ചും സ്വച്ഛമായിട്ട് യാത്ര ചെയ്യാം. കൊടിമരം വന്നു കഴിഞ്ഞാൽ ആ അമ്മയെ ക്ഷേത്രത്തിൽ ഒതുക്കുകയാണ്. അപ്പൊ അതാണ് കൊടിമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ കൊടിമരം ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നു. ചിലപ്പോൾ വലിയ തിരക്കുള്ള ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദർശനത്തിന് അകത്തേക്ക് കയറാൻ പോലും കഴിയുന്ന വരില്ല. ചിലപ്പോൾ അത്രത്തോളം ക്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സമയം നമുക്ക് കുറവായിരിക്കാം. ആ സന്ദർഭത്തിൽ നമ്മൾ ആ കൊടിമരം കണ്ട് തൊഴുതാൽ മാത്രം മതി. ആ കൊടിമരത്തിന് മുകളിലെ വാഹനം, ആ വാഹനവും കൊടിമരവും കണ്ട് തൊഴുതാൽ ആ അകത്തിരിക്കുന്ന ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ തൊഴുന്നതിന് തുല്യമാണ്. അതാണ് ആ കൊടിമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറിയിരുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ ദേവി എന്ന് പറയുന്നത് സാക്ഷാൽ അന്നപൂർണേശ്വരിയാണ്. മഹാദേവന്റെ സാക്ഷാൽ പാർവതി ദേവി അന്നപൂർണേശ്വരി ഭാവത്തിൽ ഭഗവാൻ പോലും ഭിക്ഷ എടുത്ത് അമ്മയുടെ മുന്നിൽ ചെന്നതാണ്. അപ്പൊ അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സമ്പത്തും ധനവും അന്നവും എല്ലാം നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ആൾക്കാർക്ക് എന്ത് കൊടുത്താലാണ് മതിയാകുക, ജീവിതത്തിൽ എന്ത് കിട്ടിയാലാണ് നമുക്ക് മതിയാകുക? ഒരു കൂന നിറച്ചും സ്വർണം കിട്ടിയാൽ നമുക്ക് മതിയാവുമോ? കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പണം ഇട്ടുകൂടാനുള്ള പണം കിട്ടിയാൽ നമുക്ക് മതിയാവുമോ? കുറച്ചുകൂടെ തരാമായിരുന്നല്ലോ, കുറച്ചുകൂടെ കിട്ടാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കും. പക്ഷേ നമുക്ക് വേണ്ട, മതി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ജീവിതത്തിലുള്ളൂ, അത് ഭക്ഷണം മാത്രമാണ്. ഭക്ഷണം ഒരിക്കലും വീട്ടിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കത്തില്ല. അയ്യോ മതി 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 എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ആ ഭക്ഷണമാണ് അമ്മ അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം, ജീവിതത്തിന് വേണ്ടത് ആഹാരമാണ്. അപ്പൊ ആഹാരം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? ആഹാരം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷായത്രായതേ ഇതി ക്ഷേത്രാണ്. ക്ഷയത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം. അപ്പൊ എന്താണ് ക്ഷയം? പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ക്ഷയരോഗം, ശരീരത്തിന്റെ സെല്ലുകളെ ഇല്ലാതാക്കുന്ന ആ രോഗമൊന്നുമില്ല. പക്ഷെ ആ ക്ഷയരോഗം എന്ന് പറയാൻ കാര്യം എന്താ? ആ ശരീരത്തെ ക്ഷയിപ്പിക്കുന്നതാണ് രോഗം. അപ്പൊ നമ്മുടെ ശരീരമാണോ നമുക്ക് ഏറ്റവും വലുത്? നിങ്ങളെല്ലാം കൂടി ഇരിക്കുന്നു, കുറച്ചുപേര് പുറത്ത് നിൽക്കുന്നു, ചിലർ നടക്കുന്നു, പല കർമ്മങ്ങളും ചെയ്യുന്നു. ആ കർമ്മങ്ങളെല്ലാം നമ്മുടെ ശരീരമാണ് ചെയ്യുന്നത്. പക്ഷെ ആ ശരീരം തീരുമാനിച്ചിട്ടാണോ കർമ്മങ്ങൾ നടക്കുന്നത്? നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് ചെയ്യുക. അപ്പൊ ആ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. നമ്മൾ പലരും വ്രതങ്ങൾ എടുക്കുന്നവരാണ്. പ്രദോഷ വ്രതം എടുക്കുന്നവരുണ്ട്, ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ട്, ഷഷ്ടി വ്രതം എടുക്കുന്നവരുണ്ട്, നവരാത്രി വ്രതം എടുക്കുന്നവരുണ്ട്, മണ്ഡല വ്രതം എടുക്കുന്നവരുണ്ട്. അപ്പൊ അതില് ഉപവാസം, വിഹാരങ്ങൾ ഉപേക്ഷിച്ച് ഉള്ള വ്രതം, അതിപ്പോ ഏകാദശിക്കും പ്രദോഷത്തിനും ഷഷ്ടിക്കുമുണ്ട്. ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ തലയെ നമ്മൾ ഒരിക്കലെടുക്കും, വ്രതത്തിന്റെ അന്ന് ജലപാനം ഉപേക്ഷിക്കും, ആഹാരം ഉപേക്ഷിക്കും. അപ്പൊ നമുക്ക് വൈകുന്നേരമാകുമ്പോൾ കുറച്ചൊരു തളർച്ചയുണ്ടാവും. പക്ഷേ അത് പിറ്റേ ദിവസത്തേക്ക് നീണ്ടാലും രണ്ടാമത്തെ ദിവസവും ഭക്ഷണം ഉപേക്ഷിച്ചാലും നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത് 3-4 ദിവസത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം എത്തും. എന്തുകൊണ്ടാണ്? അപ്പൊ ശരീരത്തിന് നമുക്ക് ഊർജമില്ല. നമ്മുടെ ഭക്ഷണവും നമ്മുടെ ആഹാരമാണ് നമ്മുടെ ശരീരത്തിന്റെ ഊർജം. ആ ഊർജം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരം തളരുന്നു. ഈ അവസ്ഥയാണ് ശരീരത്തിനെങ്കിൽ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സിന്റെ ഊർജം എവിടുന്നാണ് ഉണ്ടാവുന്നത്? മനസ്സിന് ഊർജമാണല്ലോ, ആ മനസ്സിന്റെ ഊർജമാണല്ലോ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ആ മനസ്സിന്റെ ഊർജം നൽകാനാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
ക്ഷേത്രങ്ങളല്ല, അവർക്ക് ആരാധനാലയങ്ങളാണ്. ഇപ്പൊ ഈ ഒരു ഷെഡ് ഇവിടെ ഒരു രൂപം വെച്ചാൽ, ഇപ്പൊ ഒരു കുരിശുകൊണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ യേശുദേവന്റെ പ്രതിമ വെച്ചാൽ ഇതൊരു ആരാധനാലയമായി നിങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ വേണമെങ്കിലും അവർക്ക് ആരാധനാലയമാക്കാം. പക്ഷെ ഹിന്ദുവിന് അങ്ങനെയാണോ? ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യത്തെ അവിടത്തേക്ക് ആവാഹിച്ച് കുടിയിരുത്തി ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാവുന്നതാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രം ആരാധനാലയമല്ല, ആ ക്ഷേത്രം ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. പൂജിക്കാനോ പ്രാർത്ഥിക്കാനോ വേണ്ടി മാത്രമുള്ളതല്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ക്ഷേത്രത്തെ സമീപിക്കാൻ. അപ്പൊ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് എന്താണ് ആ ക്ഷേത്രത്തിനുള്ളിലെ ആ ചൈതന്യത്തിൽ നിന്ന് പ്രവഹിക്കുന്നത്? അതാണ് ഊർജം. ആ ഊർജദായിനികളാണ് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം. ആ ഊർജമാണ് നമ്മുടെ മനസ്സിന് ഊർജമായി പകരുന്നത്, ആ ആത്മാവിന് ഊർജമായി പകരുന്നത്. ആ ഊർജമാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത്. ക്ഷേത്ര ദർശനത്തിലൂടെ, ഈശ്വര പ്രാർത്ഥനയിലൂടെ, നമ്മുടെ സത്സംഗങ്ങളിലൂടെ, അതുപോലെ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ, ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് ഈശ്വര ചൈതന്യം കടന്നു വരുന്നത്. ആ മനസ്സിനും ആത്മാവിനും ഊർജം നൽകുന്നത്. ആ ഊർജമാണ് ശരീരത്തെ നയിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ടാവും. ആ ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി, ആ ക്ഷേത്രത്തിലെ പ്രസാദം വാങ്ങി അത് നെറ്റിച്ചാർത്താനുള്ള ചാർത്തുക, അല്ലെങ്കിൽ സേവിക്കാനുള്ളതാണെങ്കിൽ സേവിക്കുക. അങ്ങനെയുള്ള ചെയ്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പൂവാണ്, നമുക്ക് നമ്മുടെ ദേവസ്ഥക്ക് ചാർത്താൻ പൂ, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മളിലേക്ക് ആ ക്ഷേത്രത്തിന്റെ ഊർജം വരുന്നു. ഇപ്പൊ അന്നപൂർണേശ്വരി അമ്മയാണ് ഇവിടുത്തെ ദേവി. അപ്പൊ ഈ ദേവി ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ? അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ മാത്രമാണോ? അപ്പൊ കാശി വിശ്വനാഥനോടൊപ്പം വാരണാസിയിൽ ഇരിക്കുന്ന അന്നപൂർണേശ്വരി അല്ലേ? ലോകത്തെ എത്രയോ ക്ഷേത്രങ്ങളിൽ അന്നപൂർണേശ്വരി ഉണ്ട്. അപ്പൊ ഇവിടെ മാത്രമല്ല അന്നപൂർണേശ്വരി. അപ്പൊ അമ്മയ്ക്ക് ഇരിക്കാൻ ഇവിടെ മാത്രമല്ല സ്ഥലം, അമ്മയ്ക്ക് ലോകം മുഴുവൻ ഇരിക്കാൻ സ്ഥലമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിൽ അമ്മ ഇരിക്കുന്നു. എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാ അവിടെ നമ്മൾ തൊഴുന്നത്? എങ്ങനെയാണ് നമ്മൾ തൊഴുന്നത്? നമ്മൾ ഇങ്ങനെയാണ് തൊഴുന്നത്, നെഞ്ചോട് കൈ ചേർത്ത് വേണം തൊഴാൻ. എന്തിനു വേണ്ടി? അവിടെ ഇരിക്കുന്നതും ആ ചൈതന്യമാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്നതും ആ ചൈതന്യമാണ്. ആ രണ്ടുപേരെയും കൂടെ ചേർത്താണ് തൊഴുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദേവി ദേവന്മാരുടെ ചൈതന്യം കുടികൊള്ളുന്നു. അപ്പൊ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ചൈതന്യം നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ വീണ്ടും വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഈ ഓരോ ക്ഷേത്രങ്ങളിലും ഇവിടെ അന്നപൂർണേശ്വരിയെ ഇവിടെ ആരാധിക്കുന്നു, അന്നപൂർണേശ്വരിയുടെ ചൈതന്യത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഒരു നാടിന് വേണ്ടിയാണ് ക്ഷേത്രം. ഒരു നാടിനെ നന്നാക്കാനാണ് ക്ഷേത്രം, ഒരു നാടിന്റെ നന്മയ്ക്കാണ് ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രത്തിൽ നമ്മൾ എത്തുന്നു, പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, ഉത്സവങ്ങളിൽ പങ്കാളിയാകുന്നു. എന്തിനാ ഉത്സവം? ഒരു ക്ഷേത്രത്തിലെ ദേവനോ ദേവതയ്ക്കോ ആണോ ഉത്സവം? അല്ല, ആ നാട്ടുകാർക്കാണ് ഉത്സവം. അവർക്ക് ഒന്നിച്ചു കൂടാനും അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങനെ ഒരു അവസരമാണ് ഉത്സവം. അല്ലാതെ ദേവനോ ദേവിക്ക് ഉത്സവമല്ല. അവിടുത്തെ കൃത്യമായ പൂജാവിധാനങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കപ്പെട്ടാൽ മതി. അപ്പൊ ഉത്സവം നമുക്ക് വേണ്ടിയാണ്, അത് മനസ്സിലാക്കുക. ഒരു ക്ഷേത്ര ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആ ക്ഷേത്ര ചൈതന്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്ര ദർശനത്തിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആത്മാവ് ശുദ്ധമാവും, നമുക്ക് ആത്മാവിലേക്ക് ഊർജം കിട്ടും. ആ ഊർജം നമ്മുടെ ശരീരത്തിൽ നന്നാവും. അതുപോലെ നമ്മുടെ വീടുകളിൽ പ്രഭാത സന്ധിക്കും പ്രദോഷ സന്ധിക്കുമാണ് പണ്ട് ആൾക്കാർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? വിളക്ക് കത്തിക്കാതെ പ്രാർത്ഥിക്കാൻ പാടില്ലേ? ഒരു നിലവിളക്കിന്റെ പ്രാധാന്യം എന്താ ഒരു വീട്ടിൽ? അല്ലെങ്കിൽ ഒരു നിലവിളക്കിന് എവിടെ ഒരു നിലവിളക്കിന്റെ പ്രാധാന്യം എന്താ? നമ്മുടെ നാസ തെളിയിച്ചിട്ടുണ്ട്, സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദ തരംഗം, അത് ഓംകാരമാണ്. അതുപോലെ ഒരു വിളക്കിൽ നിന്നൊരു ശബ്ദ തരംഗം പുറപ്പെടുന്നുണ്ട്. ആ ശബ്ദ തരംഗത്തിന്റെ സംസ്കൃത അർത്ഥമാണ് തഥാസ്തു. തഥാസ്തുവിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ്. അപ്പൊ എന്തിനാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വിളക്ക് കത്തിച്ച് എന്താ നമ്മൾ പ്രാർത്ഥിക്കുക?
നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ പറയുക, നമ്മുടെ ദുഃഖങ്ങൾക്ക് നിവൃത്തി കാണണം, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകണം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിലാവണം, കുടുംബം നന്നാവണം. ഇതെല്ലാമാണ് നമ്മളൊരു വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിളക്കിനോട് പറയുന്നത്. അപ്പൊ ആ വിളക്ക് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത് എന്താ, രാവിലെ വിളക്ക് എത്തിക്കുന്ന പതിവ് പല സ്ഥലത്തും ഇല്ല. ഇനി വൈകുന്നേരങ്ങളിൽ വിളക്ക് എത്തിച്ചു വെച്ചാലും ആ വിളക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കും. എന്നിട്ട് അവിടുത്തെ സ്ത്രീകളെല്ലാം നേരെ എങ്ങോട്ടാണ് ഓടുന്നത്? എല്ലാവരും ചിരിക്കുന്നു, എല്ലാവർക്കും സംഭവം മനസ്സിലായി. നേരെ ടെലിവിഷൻ എന്ന് പറയുന്ന വിഡ്ഢിപ്പെട്ടിയുടെ മുന്നിലേക്കാണ്. ഈ സന്ധ്യാനേരത്ത് അവിടെ വരുന്നതെല്ലാം കുടുംബകലഹങ്ങളും അതും ഇതും നടക്കുന്ന സീരിയലുകളാണ്. പ്രത്യേകിച്ചും ഹൈന്ദവ ഭവനങ്ങളിൽ നടക്കുന്ന കുടുംബകലഹങ്ങൾ, അതാണ് സീരിയലിലൂടെ പുറത്തു വരുന്നത്. ഇത് കണ്ട് പല ആൾക്കാരും കണ്ണു നിറയും, മനസ്സ് വിഷമിക്കും. അവിടെ നടക്കുന്നില്ല, ഈ പാവം വിളക്കപ്പുറത്തിരുന്ന് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ സീരിയലിൽ കാണുന്ന എല്ലാം തന്നെ കുടുംബത്തിൽ സംഭവിക്കും. ഇതാണ് നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത്, വൈകുന്നേരം വിളക്കെത്തിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം നാമം ജപിക്കും. അത് കഴിഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഇന്ന് നാമജപവും ഇല്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണവും ഇല്ല, തമ്മിൽ തമ്മിൽ ബന്ധങ്ങൾ പോലും ഇല്ലാതായിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഹൈന്ദവ സമാജത്തിന്റെ അപജയം. അത് മാറണം. ക്ഷേത്ര ദർശനം നടത്തണം, വീട്ടിൽ വിളക്ക് എത്തിച്ചു പ്രാർത്ഥിക്കണം, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥ ഹിന്ദുവായി മാറും. ഹിന്ദുവിന്റെ ഡെഫിനിഷൻ നേരത്തെ ഗോപാൽ സാർ പറഞ്ഞതുപോലെ എന്താണ് ഹിന്ദു? ആ ഹിന്ദുവായി നമ്മൾ മാറണം. ഇല്ലെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു സ്വാഭിമാന ഹിന്ദുവായി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ജനിച്ചത് ഹിന്ദുവായാണ്, ഞാൻ ഇന്നും ജീവിക്കുന്ന ഹിന്ദുവായാണ്, നാളെ ഞാൻ മരിക്കുന്നതും ഹിന്ദുവായി തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. മാത്രമല്ല, നാളത്തെ നമ്മുടെ തലമുറയിൽ പറയണം ഞാൻ സ്വാഭിമാന ഹിന്ദുവാണെന്ന്. അതിലേക്ക് അവരെ കൊണ്ടുപോകണം. ഇതെല്ലാം നമ്മൾ മാത്രം ചെയ്താൽ പോരാ, കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെ അമ്പലത്തിൽ കൊണ്ടുപോകണം, അവരെ നാമം ജപിക്കണം, അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കണം. അപ്പോഴാണ് അടുത്ത തലമുറയിൽ ഹിന്ദുവായി ഈ മണ്ണിൽ വളരുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല, ഒരുപാട് സമയമായി ഇന്ത്യയിലോട്ട് പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. എനിക്ക് 15 മിനിറ്റ് അനുവദിച്ചു, 10 മിനിറ്റ് എടുക്കുള്ളൂ ഞാൻ പറഞ്ഞു. അത് കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 15 മിനിറ്റ് ആവുന്നു. എന്തായാലും ഇങ്ങനൊരു ചടങ്ങിലൂടെ വരാൻ കഴിഞ്ഞതും ഇവിടെ ഇത് സംബന്ധിക്കാൻ കഴിഞ്ഞതും ഇങ്ങനൊരു വളരെ പരിപാലനമായ ഒരു കർമ്മത്തിന്റെ ഭാഗമായി ഇവിടെ എത്താൻ കഴിഞ്ഞതും അമ്മയുടെയും ഈശ്വരന്മാരുടെയും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് എന്നെ ക്ഷണിച്ച ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ചും രതീഷ് ഒരു 1.5 മാസം മുമ്പ് എന്നോട് പറഞ്ഞതാ, പമ്പയിൽ ഞാൻ ശബരിമലയിൽ പോകുമ്പോഴെല്ലാം രതീഷിനെ കാണാറുണ്ട്, സാറേ ഇങ്ങനെ പരിപാടികൾ സാറ് വരണം എന്ന് അന്നേ പറഞ്ഞാണ്. എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, രതീഷിനോട് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റുമോ, വന്നേ പറ്റുള്ളൂ എന്ന് രതീഷ് നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് വന്നു. അപ്പൊ എന്നെ ക്ഷണിച്ച ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് രതീഷിനും എല്ലാവരും ഞാൻ അമ്മയുടെ പേരിൽ നന്ദി പറയുന്നു. എന്റെ വാക്കുകൾ അമ്മയുടെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അടുത്തതായി ആരാധനായ നമ്മുടെ ക്ഷേത്രം തന്ത്രിയുടെ അനുഗ്രഹ പ്രഭാഷണമാണ്. അതിനുമുമ്പ് ഇന്നീ ധന്യമായ മുഹൂർത്തത്തിൽ ആരാധനായ ക്ഷേത്രം തന്ത്രിക്ക് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും ആദരവ് അർപ്പിക്കുകയാണ്. ആദരവർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൊന്നാടി അടിച്ച് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ എ രാജേന്ദ്രൻ തന്ന അവരുടെ ക്ഷണിക്കുകയാണ്. ക്ഷേത്രത്തിലെ ദേവസ്വത്തിന്റെ മാനേജർ ജോയിന്റ് സെക്രട്ടറി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതിൻ്റെ വിധാനങ്ങളുമെല്ലാം നമുക്ക് നേരത്തെ തന്നെ നൽകി നമ്മളോടൊപ്പം ഈ ക്ഷേത്രത്തിലെ
ക്ഷേത്രത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീ ബ്രഹ്മശ്രീ അഭിജിത്ത് തിരുമേനിക്ക് ക്ഷേത്രത്തിൻ്റെ ആദരവ് അർപ്പിക്കുകയാണ്. ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിജയരാജൻ പാട്ടത്തിൽ അവരുകളെ ക്ഷണിക്കുകയാണ്. മൊമെന്റോ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ ദത്ത അവർ നൽകുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ക്ഷേത്രതന്ത്രി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി മാതാ മേ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭവനത്രയം. ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതോടൊപ്പം സദസ്സിലിരിക്കുന്ന പ്രിയ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ അനേകം കാലം മുമ്പ് കുറച്ചു കാലം മുമ്പ് തുടങ്ങി വെച്ച ക്ഷേത്ര പുനരുദ്ധാരണം എന്ന ഈ മഹത്തായ കടമ്പ ശ്രീപാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി ഭഗവത്പ്രതിഷ്ഠ കഴിയുമ്പോഴും എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം ഭഗവതിയുടെ ഭക്തജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളെ കൊണ്ടും ഒരു മാലയിലെ മുത്തുകൾ പോലെ ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ പ്രയത്നിച്ച ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒരുപോലെ സമ്മേളിച്ച ഭരണസമിതിയുടെ പ്രയത്നം കൊണ്ടുമാണ് ഇത്രയും നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റിയത്. അത് വളരെ എന്നെ സംബന്ധിച്ച് അഭിമാനം ഉണ്ടാക്കുന്ന വിഷയമാണ്. വളരെ ഭംഗിയായി സന്തോഷവും അതോടൊപ്പം തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ ഈ ഒരു സമയത്ത് വന്നു ചേരാൻ പറ്റിയത്, അതിനുവേണ്ടി ഇരിക്കാൻ പറ്റിയതും നിങ്ങളുമായി സംസാരിക്കാൻ പറ്റിയതും ഒക്കെ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ആൾക്കാരാണ്. എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളായ കുഴിക്കാട് വാസുദേവൻ ഭട്ടതിരിപ്പാട്, അദ്ദേഹം ഇപ്പം തിരുവല്ലയിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട് അവിടെ പോകേണ്ട അവസ്ഥയുണ്ട്. അദ്ദേഹം അവിടുത്തെ തന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശംസകൾ നിങ്ങളെയൊക്കെ അറിയിക്കാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സുഹൃത്ത് പത്തിയോട് വിനോദ് ബാബു, പിന്നെ ബിൻസ് ഔസേപ്പച്ചൻ, പിന്നെ സാജൻ ചകന്നൂര്, ഇവരുടെയൊക്കെ വിലയേറിയ സമയം നമുക്ക് ഇതിനു വേണ്ടി കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനും പറ്റിയത്. അതിന് അവരോടുള്ള എൻ്റെ വ്യക്തിപരമായ സന്തോഷം കൂടെ ഈ സമയത്ത് അറിയിച്ചു കൊടുക്കുന്നു. ഇനിയും അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവതിയുടെ കരുണാകടാക്ഷം ഒരു അമർന്ന് പോലെ നമ്മളിലൊക്കെ പെയ്തിറങ്ങാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ക്ഷേത്രത്തിൻ്റെ കൊടിമര ശില്പി ശ്രീ പത്തിയൂർ വിനോദ് ബാബു അവർക്ക് ആദരവ് അർപ്പിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ഭരണസമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ വിനോദ്ജി നായർ മാവലയത്തിനെ ആദരവോടും ക്ഷണിക്കുകയാണ്. മൊമെന്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീ രാജേഷ് ആർ പണിക്കലിൽ ക്ഷണിക്കുന്നു.
ദേവീഭക്തന്മാരായ എല്ലാ ആൾക്കാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. ഇങ്ങനെയൊരു കൊടിമരം പണിയാനായി ഒരു അവസരം കിട്ടിയതിൽ എല്ലാ ദേവീദേവന്മാരുടെയും പിന്തുണയും അനുഗ്രഹവും നമുക്ക് കിട്ടിയതുകൊണ്ട് അതിൽ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇത് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ഒരു ആദരവ് ചടങ്ങ് പങ്കെടുക്കുന്നതിന് വേണ്ടി എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിലും ദേവീ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം. ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ കൊടിക്കൂറ ശില്പി ശ്രീ സാജൻ ക്ഷേത്ര സമയം ചെങ്ങന്നൂർ അദ്ദേഹത്തിന് ക്ഷേത്ര ഭരണസമിതിയുടെ ആദരവ് അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ പൊന്നാണയിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം സപ്പോർട്ടിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ അനീഷ് ചന്ദ്രൻ അവരുടെയും മൊമെന്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് മഹിളാ സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ലീലാവതി അമ്മ മാധവ വിലാസത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഔസേപ്പച്ചനെ ആദരവർപ്പിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ രവീന്ദ്രൻ നായർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മൊമെന്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണസമിതിയുടെ ദേവസ്വം സപ്പോർട്ടിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ ഹരികുമാർ ലതാ ഭവനത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ദേവീനാമത്തിൽ എൻ്റെ വന്ദനം. ബുദ്ധനനശ്വര ക്രിസ്തുവും നബിയും ശ്രീനാരായണ നയ്യങ്കാളയും അദ്വൈത രാഷ്ട്രീയ അഹിംസാ മാർഗവും പോറ്റി വളർത്തിയ സൈന്ധവദേശം. വിദേശത്ത് നമുക്കറിയാം ശ്രീബുദ്ധൻ എന്നൊരു കഥാപാത്രം നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യഗണങ്ങളിൽ അവസാന നാളിലെ ശിഷ്യഗണങ്ങളിലേക്ക് തൻ്റെ അങ്കി വീതിച്ചു കൊടുത്ത കഥ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ തൻ്റെ അങ്കി വീതിച്ചു കൊടുത്ത തൻ്റെ അരുമ ശിഷ്യനായ അനന്തരം മാത്രം അതിൻ്റെ വിഹിതം കൊടുത്തില്ല. നമ്മുടെ ആനുകാലിക സംഭവവികാസങ്ങളെ പറ്റിയൊന്നും കൂട്ടിക്കുഴക്കേണ്ടതില്ല. തൻ്റെ അങ്കി കുലജാതനായ ഉന്നതകുലജാതനായ ശ്രീബുദ്ധൻ അദ്ദേഹത്തിന് തൻ്റെ അങ്കി വീതം വെച്ചപ്പോൾ അരുമ ശിഷ്യനായ ഒരാൾക്ക് മാത്രം കൊടുത്തില്ല. ആകെ വിഷമത്തിലായ അനന്തരം ഗുരുവോട് പറയുന്നു, അന്ന് കാലത്ത് ശരിയായില്ല, എനിക്ക് മഹാസങ്കടമായി. ഗുരു അനന്തരോട് പറയുകയാണ്, നിനക്ക് ഞാൻ എൻ്റെ മജ്ജ തരുന്നു. അന്നപൂർണേശ്വരി ദേവിയുടെ മജ്ജ സ്വച്ഛമാക്കിയ ഭക്തജനങ്ങളാണ് നിങ്ങൾ. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, കൊടിമല നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ പുണ്യപരിപാവനമായ ക്ഷേത്ര നടയിലേക്ക് 5ാമതായിട്ട് എത്തിയ ആളാണ് ഞാനൊരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല ഇത്രയും ഐക്യവും ഒരുമയുമുള്ള ഒരു കമ്മിറ്റിയും അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഭക്തജനങ്ങളിൽ. ഇവർക്ക് അന്നപൂർണേശ്വരി ദേവിയെ മജ്ജ സ്വച്ഛം സ്വന്തമാക്കിയെന്ന് എനിക്ക് ഉറപ്പായും കൃത്യമായും പറയാൻ സാധിക്കും. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ, ഇത്രയും കാലത്തെ കൊടിമല അനുഭവത്തിൽ ഇത്രയും ശക്തമായ കമ്മിറ്റിയും ഇത്രയും കൃത്യമായ നിഷ്ഠയുള്ള കമ്മിറ്റിയും ഒരു വാക്കിന് മറുവാക്കില്ലാത്ത കമ്മിറ്റിയും കൗരവപ്പടയും പാണ്ഡവപ്പടയും കാണാത്ത കമ്മിറ്റിയും ഞാൻ ആദ്യം കാണുക. സത്യം എല്ലാവർക്കും അന്നപൂർണേശ്വരി നാമത്തിൽ ഈ നാടിന് നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ സംസ്കരിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായിട്ട് വേറെ വിശിഷ്ടപ്പെട്ട ഒരു ചടങ്ങുകൾ നടക്കുകയാണ്. നമ്മുടെ എല്ലാം ആരാധനീയമായ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KN രാജേന്ദ്രൻ കർത്ത അവർക്ക് ക്ഷേത്ര
ഭരണസമിതിയുടെ ആദരവ് അർപ്പിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലേറെയായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ 7 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിൻ്റെ അധ്യക്ഷ പദവിയിൽ അദ്ദേഹം തുടരുകയാണ്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു വ്യക്തിത്വം. ഒരു 10 മിനിറ്റ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം സമയവും ഈ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെ പറ്റി നമ്മളോടൊക്കെ സംസാരിക്കുകയും അതിൻ്റെ ഫണ്ട് റൈസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരികയും അതുപോലെ അദ്ദേഹവും തിരിച്ച് ഞങ്ങളോട് എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങളോട് അദ്ദേഹം ഉപദേശം ചോദിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും സ്നേഹപൂർവ്വവും ബഹുമാനവും നിറഞ്ഞ ഒരു പ്രവർത്തന രീതിയാണ് ഇപ്പോൾ നടന്നു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രം കഴിഞ്ഞ ഒരു 7 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഒരു ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഞങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താചേതന ക്ഷേത്ര ഭരണസമിതിയുടെ സ്നേഹപൂർവമായ ഒരു ആദരവ് അർപ്പിക്കുകയാണ്. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ എല്ലാം കൂടി അദ്ദേഹത്തിന് ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് മൊമെന്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഡോക്ടർ ഗോപാൽ കെ നായർ അവരുടെ ആദരവ് ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ അന്നപ്രസാദം എന്ന ഒരു ആശയം തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ നിരവധി ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദ വോട്ടിന് നേതൃത്വം വഹിച്ച ശ്രീ നാടകക്കുന്നിൽ കരുണാകരൻ നായർ അവർക്ക് നമ്മളിതിന് മുൻപും പുള്ളിക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അദ്ദേഹത്തിന് ക്ഷേത്ര ഭരണസമിതി ഒരു പുരസ്കാരം സമർപ്പിക്കുകയാണ്. രുചി മുദ്ര എന്ന ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും വലിയ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിജയരാജൻ നായർ പാട്ടത്തിൽ അവരെ ക്ഷണിക്കുകയാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിത്വമാണ് പുലിക്കലും പറഞ്ഞ ശ്രീ മോഹനകുമാർ. അദ്ദേഹത്തെയും ഇതിനു മുമ്പ് നമ്മൾ നിരവധി 2 തവണ ആദരവ് അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇന്നീ നിമിഷത്തിൽ ക്ഷേത്ര ഭരണസമിതിയുടെ ഒരു പുരസ്കാരം സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന പുരസ്കാരത്തിൻ്റെ പേരാണ് പാചകശ്രീ. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പുലിക്കലുമ്പത്ത് ശ്രീ മോഹനകുമാറിനെയും പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം മാനേജർ ജോയിന്റ് സെക്രട്ടറി ശ്രീ സനൽകുമാർ റോബിനെയും പൊന്നാട അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്
ക്ഷേത്ര പ്രസിഡന്റിനെയും പുരസ്കാരം അതിനെപ്പറ്റി പറയുമ്പോൾ രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ എല്ലാ വിശേഷപ്പെട്ട ഉത്സവങ്ങളും കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് എല്ലാ ക്ഷേത്ര വിശേഷങ്ങളും ഉത്സവങ്ങളും ഏറ്റവും മികവുറ്റ രീതിയിൽ നമ്മുടെ ഇതിലേക്കൊക്കെ എത്തിക്കുന്ന ഈ ഉത്സവത്തിൻ്റെ നോട്ടീസ് ഉൾപ്പെടെ മികവുറ്റ രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന റാണി പെരുന്തോട്ടത്തിൽ പ്രസിന്റെ ഉടമ ശ്രീ അനിൽകുമാർ പെരുന്തോട്ടത്തിൽ നമ്മുടെ നാട്ടുകാരനാണ്. കുന്നത്തമ്മയുടെ ഒരു അതീവ ഭക്തനാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന കുന്നത്തമ്മയുടെ ആ ഒരു രൂപം, ഇവിടെ ഒക്കെ വെച്ചിരിക്കുന്ന ആ ഫോട്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ടാവാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ്. ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ A.N. രാജേന്ദ്രൻ കർത്താവകളെയും പൊന്നാട അടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ ദേവസ്വം മാനേജർ ശ്രീ സനൽകുമാർ ഗോകുലിനെയും സ്വാഗതം ചെയ്യണം. ഒരു വ്യക്തിയുണ്ട്, മണിക്കുട്ടൻ. നമ്മുടെയൊക്കെ ഈ നോട്ടീസ് ഇത്രയും ഭംഗിയായ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഞങ്ങളോടൊപ്പം ആഴ്ചകളോളം ഉറക്കളച്ചിരുന്ന് വെളുപ്പിനെ 5 മണി 6 മണി വരെ ആ പ്രസ്സിലിരുന്ന് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഒരു ക്ഷേത്രത്തിന് മാത്രം വർക്കാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് അംഗീകരിക്കാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആദരവർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരവർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആദരപൂർവ്വം ക്ഷണിക്കുക. ഒരു മുഹൂർത്തത്തിന് ഇന്നിവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ഇത് ഈ നാടിന്റെ ഐശ്വര്യം എത്രമാത്രം വാരിക്കോരി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കുട്ടനാട് പ്രണവലക്കാവ് ശ്രീഭദ്രകാളി ക്ഷേത്ര ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. കുട്ടനാട്ടമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വൈസ് പ്രസിഡന്റ് ശ്രീ പി കെ രവി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്തേ. പ്രിയമുള്ള സംഘടനകളെ, വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയായിരിക്കണം നമുക്ക്. ഒരു പക്ഷേ നമ്മളുടെ ഒരു മനുഷ്യ ജന്മത്തിൽ അപൂർവമായി മാത്രം സംവദിക്കാവുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നിർവഹിച്ചിരിക്കുന്നത്. കുന്നത്തമ്മയുടെ ചെറുപ്പം മുതൽ പഠിക്കുമ്പോൾ മർത്തഞ്ചാർ സ്കൂളിലാണ് UP സെക്ഷനിൽ പഠിച്ചത്. ആ കാലം മുതൽ അവിടുന്ന് എതിരേൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ കാവ്യാട്ടം വരുമ്പോൾ അതിൻ്റെ കൂടെ അന്ന് സ്കൂളിന് അവധിയാണ്. അതിൻ്റെ കൂടെ ഇവിടെ വന്ന് അമ്മയുടെ ദൃശ്യത്തിൽ നിന്ന് തൊഴുത് പോകുന്നത് പതിവുണ്ട്. അതിനുശേഷം അങ്ങനെ അത് അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊടിമരത്തിൻ്റെ ആ ഒരു മരം പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നപ്പോൾ റോഡുകളിൽ ഞങ്ങൾക്ക് സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ ധന്യമായ മുഹൂർത്തത്തിൽ എന്നെ കൂടെ ക്ഷണിച്ചതിന് നിങ്ങളോടുള്ള വലിയ നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം
നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രധാന ചടങ്ങുകൾ കാണാൻ കഴിയുക. അതിനെ പങ്കാളിയാകാൻ അത് പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജന്മസാഫല്യമായിട്ട് കരുതുന്നു. എല്ലാവരെയും അമ്മയുടെ മഹാമാരിയുടെ അഭിനയമായ ആ വലിയ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. നമസ്തേ. ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ശ്രീ അജീഷ് കുമാർ അവരുടെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഓം അന്നപൂർണേശ്വരി നമഃ. ഈ സന്നിധിയിൽ എന്നെ ക്ഷണിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ആദ്യം നന്ദി പറയുന്നു. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ക്ഷേത്രങ്ങളിൽ ഞാൻ പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവിടെ കാണാത്തൊരു വ്യക്തി ഞാൻ മറ്റു ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളെ നമ്മുടെ ഇതുപോലത്തെ ഒരു ധന്യമായ നിമിഷത്തിൽ വിളിച്ച് ഒരു ആശംസയ്ക്ക് ഒരവസരം തന്നു. അതിനാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ, എല്ലാ കമ്മിറ്റി അംഗവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ വേറൊരു എന്താ പറയുക, ഒരു യാദൃച്ഛികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതായത് റാന്നി ഭഗവതിയും ദേവീക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദുർഗാദേവി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ തന്ത്രി തന്നെയാണ് ഇവിടുത്തെയും തന്ത്രി. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ ക്ഷേത്ര തന്ത്രി തന്നെയാണ് ഇവിടുത്തെ തന്ത്രി. അതൊരു ധന്യ മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മെയ് ശരണം ദേവി ശരണം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി ലീലാവതി അമ്മ മാതാവികാസം മഹിളാ സമാജത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. സദസ്സിലും ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു കർമ്മം ഇവിടെ നടന്നിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും വന്ന് ആദ്യമൊട്ട് ഇന്നത്തെ പരിപാടികളെല്ലാം കണ്ടു. ഒരു 100 വർഷം മുൻപുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഓർമ്മ ഞാൻ പറയുകയാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മ ഒരു ദിവസം മാത്രമേ ദൂരം വരുള്ളൂ. അപ്പോൾ എന്തോ ഒരു ദിവസം ഒരു വലിയ എടുത്ത് വലിയ ലോട്ട നടത്തി എണ്ണയും കൊണ്ടുവന്ന് ഇവിടെ നടത്തി നേരെ വെച്ച് ആ ദിവസം അവിടെ ഇരുന്ന് പൂജകളെല്ലാം പങ്കെടുത്തു. ഇത്രയും വിശാലമായിട്ടുള്ള യാതൊരു 100 വർഷം മുൻപുള്ള സംഗതികൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പം ആ ഒരു നിലയിൽ നിന്ന് നമ്മുടെ ഈ ക്ഷേത്രം അത്രയധികം പുരോഗമിച്ചു. എല്ലാ ഭക്തജനങ്ങളുടെ ആത്മാർത്ഥ സഹകരണവും അങ്ങനെയുള്ള എല്ലാ പുരോഗമിക്കും. അതുപോലെ ഞാനിവിടെ മുന്നേ എല്ലാ ആൾക്കാരും വേണ്ടിയിട്ടുള്ള സംഭാവനകൾ എല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാമ്പത്തികമായ എല്ലാ ചെറുപ്പക്കാരും അതുപോലെ സമാജാംഗങ്ങളും മഹാകൃഷ്ണമതി ഗോകുലം ബാലസമാജം എല്ലാ അംഗങ്ങളും ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഈ അവസരം തന്നാൽ ഞാൻ എൻ്റെ സഹായവും സമാജവും എല്ലാം ഉണ്ടാകട്ടെ. അവർക്ക് ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ രാജേഷ് ആർ പണിക്കർ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു നല്ലൊരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരുടെയും ഒരു അഭിലാഷമാണെന്ന് ഇവിടെ സാധിച്ചിരിക്കുന്നത്. ഒരു നിത്യധ്വജം എന്നത് നമ്മുടെ എക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞതെന്ന് എല്ലാവരുടെയും അതുകഴിഞ്ഞ ധനമന ബല സഹായത്താലാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. തുടർന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. എല്ലാവരും നന്നായി ക്ഷേത്രത്തോട് സഹകരിച്ച് എല്ലാവരും പോവുക. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിന് അധ്യക്ഷത അലങ്കരിച്ച ശ്രീ എൻ രാജേന്ദ്രൻ കർത്താവ് അവർ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഗോപാൽ കെ നായർ, വിശിഷ്ടാതിഥി ശ്രീ വിജി തമ്പി അവർ, സ്വാഗതം ആശംസിച്ച ശ്രീ മനീഷ് കുമാർ മാർഗാട്ട്, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീ രാകേഷ് നാരായണ ഭട്ടതിരിപ്പാട് പറമ്പൂരിലത്ത്, ആദരിക്കൽ ചടങ്ങിലെത്തിയ കൊടിമര ശില്പി ശ്രീ പത്തിയൂർ വിനോദ് ബാബു, കൊടിമര
കുടിക്കൂറ ശില്പി ശ്രീ സാരൻ ക്ഷേത്രചമയം, വൃക്ഷാചാര്യ ശ്രീ വിൻസ് ഔസേപ്പച്ചൻ, പുരസ്കാര സമർപ്പണം ഏറ്റുവാങ്ങിയവര്, ആശംസകൾ അർപ്പിച്ചവര്, അതൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ AKCHMSന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ TK രവി, കൊറ്റാട് കണകൽക്കാവ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി, ഭഗവതികുന്ന ക്ഷേത്രത്തിന്റെ സെക്രട്ടറി അടക്കമുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് വേണ്ട ശബ്ദവും വിളിച്ചു നിന്ന അനുശ്രീ സൗണ്ട്സിന്റെ പ്രവർത്തകര് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൊതുസമ്മേളനം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷേത്ര ഭരണസമിതിയുടെ പേരിൽ പങ്കെടുത്തവർക്കും വിശിഷ്ടാതിഥികൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.